വെൽക്കം ടു ലെജൻസ്. നമുക്ക് പുതിയ ചിതാന്തി വഴിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആട്ടോ. അപ്പോൾ ഇത് വളരെ സെലക്റ്റീവ് ആയിട്ട് അത്ര നല്ല രസമുള്ള ഷെയ്ഡ്സ് വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ വരുന്നത് ഡാർക്ക് ഒനിയൻ പിങ്ക്. നമുക്ക് നോർമൽ ഒനിയൻ പിങ്കിനേക്കാളും കുറച്ചുകൂടി ഒരു മജന്ത ടോൺ വരും, കുറച്ച് ഡാർക്കായിട്ട് നല്ലൊരു വൈൻ കൂടിയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയും. രണ്ട് കളർ ചേർന്ന് വരുമ്പോൾ ഭയങ്കര രസമാട്ടോ. നമുക്ക് നെറ്റ് കോട്ടയിൽ തന്നെ ആ ഒരു സിൽക്കി ഫിനിഷ്, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. എന്നാൽ ഭയങ്കര പറന്നൊന്നും നിൽക്കത്തില്ല, അത്യാവശ്യം നല്ല ഒതുങ്ങി കിടന്നോളും. ചെറുതായിട്ടൊന്ന് സ്റ്റാർച്ച് മുക്കിയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് ആ ഒരു മെറ്റീരിയൽ ഭയങ്കര നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫാബ്രിക്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ഇല്ല കേട്ടോ, അതും നല്ല കോമ്പിനേഷൻ ആണ്. കാരണം ആ ഒരു മെയിൻ കളറിലോട്ട് ഗ്രീനും പീച്ചും കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല അട്രാക്റ്റീവ് ആണ്. പിന്നെ അത് മാത്രമല്ല ക്രോസ് സ്റ്റിച്ചിന്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഡിസൈനുകൾക്ക് തന്നെ ഒരു ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇത് ചെക്ക് കോട്ട എന്ന് പറയുന്ന ആ മെറ്റീരിയൽ ആട്ടോ. ഇതുപോലെയാണ് മെറ്റീരിയൽ വരുന്നത്. റഫായിട്ട് യൂസ് ചെയ്യാം, ഡെയിലി യൂസർക്ക് നല്ലതായിട്ട്. ബോട്ടം വരുന്ന സെയിം തന്നെ സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക് ആണ്. ആ മെറ്റീരിയൽ ഡിഫറെന്റ് ആയതുകൊണ്ട് ചെറിയൊരു കളർ ചേഞ്ച് വരുന്നതേ ഉള്ളൂ. ദുപ്പട്ടയ്ക്കകത്തും സെയിം വർക്ക് തന്നെയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു കളറും ഡിസൈനും. പിന്നെ നമ്പർ N549, റേറ്റ് 990. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. ഒരു യെല്ലോയുടെ ഷെയ്ഡാണ്. ഇന്ന് ഭയങ്കര ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു യെല്ലോ കളറല്ല, ഗോൾഡൻ യെല്ലോയുടെ ഒക്കെ ഒരു ഡാർക്ക് ടോൺ. ഇതിൻ്റെ അകത്തും പീച്ചിന്റെ കോമ്പിനേഷനാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. പീച്ചും ഗ്രീനും കൂടെ ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യെല്ലോയുടെ കൂടെ ഒക്കെ ഗ്രീൻ നല്ല രസമാണ് കാണാൻ. ഇതാണ് ഫ്രണ്ട് പോർഷന്റെ ഡിസൈൻ വരുന്നത്. ഏകദേശം ഒരു 47 ഒക്കെ വെച്ചാണ് നമുക്ക് ടോപ്പിന് ലെങ്ത് വരുന്നത്. ദുപ്പട്ട 2.4 എബോ ഉണ്ട് കേട്ടോ. ഇതിന്റെ ദുപ്പട്ടയ്ക്കകത്തും ഫുള്ളായിട്ട് ആ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. സാറിന് വരുന്ന പോലെ പറഞ്ഞു നിൽക്കുന്നതല്ല, നല്ല സോഫ്റ്റ് ആട്ടോ. ഫുൾ വീലിങ്ങിന് വരും. റേറ്റും ഭയങ്കര റീസണബിളാണ്. ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്കാണ്. ഇതിന്റെ നമ്പർ N551, റേറ്റ് 990. ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ. ഇതിൻ്റെ അകത്തെ ഷെയ്ഡ്സ് എല്ലാം അത് ഞാൻ പറഞ്ഞത് എല്ലാവരും തന്നെ പേഴ്സണലായിട്ട് ഫേവറേറ്റ് ഉള്ള കളേഴ്സ് മാത്രമാണ് ഇതിൽ വന്നേക്കുന്നത്. ഇതൊരു ലാവണ്ടറിന്റെ നല്ല ഷെയ്ഡ്. അതിൻ്റെ അകത്ത് കോമ്പിനേഷനും സെയിം തന്നെ രീതിയിൽ ഗ്രീനും പീച്ചും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രോസ് സ്റ്റിച്ചിന്റെ ഡിസൈൻ്റെതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ക്രോസ് സ്റ്റിച്ച് ഡിസൈൻ കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് കളേഴ്സിന്റെ എടുപ്പും കൂടെ ഉണ്ട്. ബോട്ടം സെയിം കളർ തന്നെ സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക്കാണ്. നമ്പർ N550, റേറ്റ് 990. ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഒനിയൻ പിങ്കിന്റെ ഷെയ്ഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതും എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ്. പീച്ചിന്റെയും ആ ഒരു ഗ്രീനിന്റെ കോമ്പിനേഷനാണ് വർക്ക് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ലെങ്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ടോപ്പിന്റെ 47 ഒക്കെയാണ് ലെങ്ത് വരുന്നത്. ഇതിന്റെ നമ്പർ N552, റേറ്റ് 990.